അതുകൂടാതെ തന്നെ 8th പേ റിവിഷൻ അല്ലെങ്കിൽ പേ കമ്മീഷൻ വന്നു കഴിഞ്ഞു. ഉറപ്പായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 2026 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്, ദാറ്റ് സാറ്റർഡേ. ഈ പറയുന്ന നോർസെറ്റ് 10 എക്സാമിനേഷൻ വഴിയാണ് നടക്കുക കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ എയിംസിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സോ എയിംസിലേക്കുള്ള നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല. പല പ്രാവശ്യം നമ്മൾ പറയാനായിട്ട് ശ്രമിച്ച കാര്യമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM അലോങ് വിത്ത് ഒരു 2 years എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സാലറി, ഏറ്റവും നല്ല ജോലി സാഹചര്യം നമുക്ക് ലഭിക്കുക എന്നാണ് ഈ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിലാണ് അല്ലെ. ഇപ്പൊ നമുക്ക് 24-26ഓളം എയിംസ് ഉണ്ട്. സോ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എക്സാമിനേഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് ജോലി ഉറപ്പായിട്ട് ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന നഴ്സിംഗ് ഓഫീസർ അല്ലെങ്കിൽ എയിംസിലെ നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുക. തുടക്കത്തിലെ തന്നെ ഏകദേശം 1 ലക്ഷത്തോളം രൂപ നമുക്ക് സാലറി ആയിട്ട് കയ്യിൽ മേടിക്കാനായിട്ട് കഴിയും. അതുകൂടാതെ തന്നെ 8th പേ റിവിഷൻ അല്ലെങ്കിൽ പേ കമ്മീഷൻ വന്നു കഴിഞ്ഞു. അതിന്റെ സാലറി അല്ലെങ്കിൽ റിവൈസ് ചെയ്തിട്ടുള്ള സാലറി, പുതിയ സാലറി നമുക്ക് 2026 മേ ബി ഒരു മിഡിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് കിട്ടി തുടങ്ങും. അങ്ങനെ കിട്ടുമ്പോൾ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയോളം സാലറി ഉള്ള ഒരു പോസ്റ്റാണ്, സാലറി പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഈ എയിംസിലെ നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുക. അതുകൂടാതെ തന്നെ സാലറി മാത്രമല്ല, അതുകൂടാതെ തന്നെ ഒരുപാട് ബാക്കി ആനുകൂല്യങ്ങൾ കേട്ടോ. അതായത് ചികിത്സയ്ക്കുള്ള ആനുകൂല്യം, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ആനുകൂല്യം, യാത്രാ ചിലവ്, അങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഉള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന എയിംസിലെ നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുക. സോ നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നോർസെറ്റ് 10ന്റെ കേട്ടോ. നമുക്ക് നോക്കാവേ ഡീറ്റെയിൽസ്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ അറിയാമല്ലോ, എന്താ BSc നഴ്സിംഗ് പാസ് ആയിരിക്കണം. അതുകൂടാതെ ഒരു RNRM അല്ലെ, രജിസ്റ്റേർഡ് നഴ്സ് മിഡ്വൈഫ് കൗൺസിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടാകണം. അതെല്ലാം നിങ്ങൾ GNM ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ആണ് നിങ്ങൾ പാസ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതുകൂടാതെ ഒരു 2 years മിനിമം എക്സ്പീരിയൻസ് ഒരു 50 ബെഡ് ഹോസ്പിറ്റൽസിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. എയിംസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 30 years അല്ലെ, 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറിയിലാണ്. OBC ആണെങ്കിൽ 33 വയസ്സും, SC/ST കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ അതുകൂടാതെ OBC കാൻഡിഡേറ്റ്സിന് 3000 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സ്, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാൻഡിഡേറ്റ്സിന് 2400 രൂപയാണ് ഫീസ് വരിക. അതുകൂടാതെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ ഫീസിൽ നിന്ന് എക്സാമിന് ചെയ്തിട്ടുണ്ട്. എക്സാമിനേഷന്റെ ഡേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് 2 ഫേസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ 2 സ്റ്റേജസിലായിരിക്കും എക്സാമിനേഷൻ നടക്കുക. ഓൺലൈൻ ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് എക്സാം നടക്കുക. സ്റ്റേജ് 1 എക്സാമിനേഷൻ നോർസെറ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് 2026 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്, ദാറ്റ് സാറ്റർഡേ കേട്ടോ. നോർസെറ്റിന്റെ മെയിൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്റ്റേജ് 2 CBT എക്സാമിനേഷൻ വരുന്നത് ഏപ്രിൽ മാസം 30-ാം തീയതി, ദാറ്റ് ഈസ് തേഴ്സ്ഡേ ആണ് വരിക. സോ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലേ. എങ്ങനെയാണ്? ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുക. വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.aimsexams.ac.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒന്ന് നോക്കിയാലോ. നോക്കിയാൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് ഫെബ്രുവരി 24/2/2026 ആണ്. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് മാർച്ച് മാസം 16-ാം തീയതിയാണ് by 5 PM. അപ്പൊ ആരും ലാസ്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടോ. പിന്നെ നോക്കിയാൽ ഓൺലൈൻ CBT എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, 11 ഏപ്രിലും മെയിൻ എക്സാമിനേഷൻ വരുന്നത് 30 ഏപ്രിൽ 2026 എക്സാമിനേഷൻ വരിക കേട്ടോ. അപ്പം എല്ലാവരുടെയും ഇനി നെക്സ്റ്റ് ഉള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഓക്കെ, എക്സാംസ് കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ എത്ര വേക്കൻസീസ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നോക്കി, എയിംസ് കൂടാതെ തന്നെ ജിമ്മർ, പോണ്ടിച്ചേരി ജിമ്മർ, യാനം കരയ്ക്കൽ ജിമ്മർ, അതുകൂടാതെ തന്നെ RML ഹോസ്പിറ്റൽ, പിന്നെ ESIC ന്യൂഡൽഹി ഹോസ്പിറ്റൽസ്, ഇത്രയും ഹോസ്പിറ്റൽസിന്റെ അല്ലെങ്കിൽ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഈ പറയുന്ന നോർസെറ്റ് 10 എക്സാമിനേഷൻ വഴിയാണ് നടക്കുക കേട്ടോ. അപ്പൊ ടോട്ടൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എത്രയാണ് നോക്കി, 2551 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണ്, നന്നായിട്ട് നമ്മൾ ശ്രമിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് ഈ ഒരു പോസ്റ്റ്, ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഇത്രയും നല്ലൊരു പോസ്റ്റ് നമുക്ക് നഴ്സിംഗ് ഓഫീസറായിട്ട് എയിംസിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. സോ നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ നോർസെറ്റ് 10 ഫോക്കസ് ചെയ്തിട്ടുള്ള പുതിയ ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. അത് നിങ്ങൾ നോർസെറ്റ് 10 എക്സാം എഴുതാൻ താല്പര്യമുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി റെഡി ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു പോസ്റ്റ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.